ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഇത് നമ്മുടെ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, 3-ാം ഓണത്തിൻ്റെ അടുത്ത വീഡിയോ ആണ് കേട്ടോ. അനിയത്തിയും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോഴൊന്നും എനിക്ക് ഇടാൻ ടൈം കിട്ടിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. വോയിസ് കൊടുത്തില്ലായിരുന്നു, അതാണ് കേട്ടോ താമസിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങൾ ചൂര ഉണ്ടല്ലോ 2 വാങ്ങിയായിരുന്നു കേട്ടോ. അന്ന് ചോറാണ് വെച്ചത്. നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട്, തിരുവോണത്തിന് സദ്യയാണല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറാണ് ഉണ്ടാക്കിയത്. ചോറും പിന്നെ കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ എല്ലാവരും പറഞ്ഞ് പുഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞേ. അങ്ങനെ എല്ലാവരും വന്നാൽ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും വന്ന്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തി തന്നെയാണ് കേട്ടോ. അവളെ ഹസ്ബൻഡും ചേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മീനാണെങ്കിൽ നല്ല പച്ച മീനൊന്നും അല്ലായിരുന്നു, ചെറുതായിട്ട് ഒരുമാതിരി ഉടഞ്ഞും പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുത്തേ. അമ്മ അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് മീൻ കറിയാക്കാനായിട്ട് വെളുത്തുള്ളി ബാക്കി സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ പൊളിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കറിയൊക്കെ പെട്ടെന്നായി കേട്ടോ. ഞാൻ പിന്നെ മീൻ വെട്ടിയ വെള്ളമെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്, പുറത്ത് കളയാനായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ കപ്പ ഞങ്ങൾ പുറത്ത് അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് തിളച്ചു. അപ്പോഴും നമ്മുടെ വാവക്കുട്ടി ഉണ്ടല്ലോ ഓടി വന്നിട്ട് എന്തൊക്കെയോ പറയുവാണ്. തിരിയുന്നില്ല പറയുന്ന സംഭവം കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല എന്തുവാണ് പറയുന്നതെന്ന്. അങ്ങനെ പിന്നെ അമ്മ എന്നോട് പറഞ്ഞു തേങ്ങ തിരികെ എടുക്കാൻ പറഞ്ഞു. ഈ ചിരവയിൽ ഇരുന്ന് തിരിയാനായിട്ട് അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ തേങ്ങ തിരികെ എടുത്തു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മാള് പിന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെയായിരിക്കുവാണ്. അപ്പോഴേക്കും ഞാൻ പിന്നെ മീനൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയുള്ള ഡ്യൂട്ടി എന്ന് വെച്ചാൽ അമ്മയുടേതാണ്. അമ്മ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മാളും ഉള്ളിയൊക്കെ പൊളിച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് മാളും പോയി കപ്പ നോക്കുന്നുണ്ട് വെന്തിട്ടുണ്ടോ എന്ന്. വെന്തില്ലായിരുന്നു കേട്ടോ. പൊതുവേ ഉച്ചയ്ക്ക് ഞങ്ങൾ കപ്പയൊന്നും പുഴുങ്ങി കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ ചേട്ടനാണ് പറഞ്ഞത് കപ്പ പുഴുങ്ങിയാൽ മതി, കറി വെക്കണ്ടാതെ. പിന്നെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ മീനൊക്കെ പറക്കിയിട്ട് കറിയൊക്കെ സെറ്റാക്കി കടുകൊക്കെ വറുത്ത് തേങ്ങയൊക്കെ കുറേ തിരികെ ഇട്ടായിരുന്നു, കടുക് വറുത്ത് നമ്മുടെ ഈ കപ്പയ്ക്കകത്തെ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് കുറേ അങ്ങ് ഒരു വാഴയില ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ ഓണാകുമ്പോൾ. അച്ഛൻ കുറേ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അതിലോട്ട് ഇട്ടിട്ട് എല്ലാം തട്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്തോട്ട്. പിന്നെ കാന്താരിയുടെ ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുകളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ മാങ്ങാച്ചാർ എന്തുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താ ഇനി കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വട്ടമായിട്ട് ഇങ്ങനെ അങ്ങ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.